അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടുമ്പോൾ KCA പരിശീലകനായ ജസ്റ്റിൻ ഫെർണാണ്ടസിനും അതിയായ സന്തോഷമാണ്. ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരം ജോഷിതയെ പരിശീലിപ്പിച്ചത് ജസ്റ്റിനും മറ്റൊരു പരിശീലകയായ ദീപ്തിയും ചേർന്നാണ്. വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്ന മൂന്നാമത്തെ താരമാണ് ഇന്ത്യൻ ടീമിലെത്തുന്നത്. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അണ്ടർ-19 കിരീടം ഇന്ത്യ നേടുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായത് മലയാളിയായ വയനാട്ടുകാരിയായ ജോഷിതയുടെ പ്രകടനമായിരുന്നു. വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് ജോഷിത കളിച്ചു വളർന്നത്. 7 വർഷത്തോളം കളിച്ചു വളർന്ന ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് അടക്കം സെലക്ഷൻ കിട്ടിയത്. ഇപ്പോൾ ജോഷിതയെ പരിശീലിപ്പിച്ച ജസ്റ്റിൻ ഫെർണാണ്ടസ് കൃഷ്ണഗിരിയിലെ പരിശീലകനാണ്. അദ്ദേഹം നമ്മളോട് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിൽ വലിയൊരു അംഗീകാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച നമ്മൾ പരിശീലിപ്പിച്ച ഒരു കുട്ടിക്കാണ് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ട് ലോകത്തിന് നെറുകയിൽ എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഒരു പരിശീലകൻ എന്ന നിലക്ക്? തീർച്ചയായിട്ടും വളരെ ഒരു അഭിമാന നിമിഷമാണിത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ലോകകപ്പിൽ ആദ്യമായിട്ട് ഒരു മലയാളി പെൺകുട്ടി ഒരു ലോകകപ്പ് നേടുന്ന ടീമിൽ അതൊരു ചരിത്ര നിമിഷമാണ്. അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ജോഷിയുടെ പ്രകടനം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഒരു കളി മാൻ ഓഫ് ദ മാച്ചായി, മറ്റുള്ള കളിയിലേക്ക് വിക്കറ്റ് നേടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പ്രകടനം? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോകകപ്പ് വേദിയിൽ ആദ്യമായിട്ടൊരു അവസരമാണ്. അതിൻ്റെ കുറച്ച് പരിഭ്രമങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും ജോഷി ആദ്യത്തെ മാച്ചിൽ തന്നെ ഒരു മാൻ ഓഫ് ദ മാച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ 2 വിക്കറ്റ് എടുക്കുകയും അതിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് തന്നെ അതിൻ്റെ ഒരു നേട്ടമാണ്. കാരണം എന്താ വെച്ചാൽ അത് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ്, ഒരു ലോകകപ്പുള്ള വേദിയിൽ അതിൽ കിട്ടുന്നൊരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് വിലയേറിയൊരു സംഭവമാണ്. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ മാച്ചുകളിലും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓരോ വിക്കറ്റുകളും, പിന്നെ ഒരു മാച്ചിൽ 2 വിക്കറ്റും എടുത്തു. പിന്നെ ഒരു മാച്ചിൽ 11 ബോളിൽ 14 റൺസ് നേടാനും പറ്റി ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ. അപ്പോൾ അതൊക്കെ അവൾ ഇട്ട എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ജോഷിയുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എവിടെയാണ്? ബാറ്റിംഗ് ആണോ, ബോളിംഗ് ആണോ, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്തൊക്കെയാണ്? ജോഷിത തീർച്ചയായിട്ടും ഒരു ബൗളിംഗ് ഓൾറൗണ്ടറാണ്. കാരണം ഏതാണോ അവസരം അതിൽ 2 മികച്ചതായിട്ട് പ്രകടനം നടത്തുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ടീമിന് വേണ്ടി പല മാച്ചുകളിലും ജോഷിതയെ അടുത്ത് കാണുമ്പോൾ തന്നെ ഒരു ദിവസം മാച്ചിൽ പിന്നെ ബൗളിങ്ങിൽ ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബാറ്റിങ്ങിൽ ക്ലിക്കാവില്ല, ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പം ബാറ്റിങ്ങിലാണ് ചിലപ്പം കൂടുതൽ പ്രകടനം. അപ്പം ഏത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മികച്ച ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധമായ ഒരു ബാറ്റിംഗ് ഷോട്ടുകൾ വിവിധ തലത്തിൽ, ഒരു ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന പോലെ 360 ഡിഗ്രിയിൽ കളിക്കാനുള്ള ഒരു കഴിവ് ജോഷിതയിലുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു T20 ഗെയിമിനെ സംബന്ധിച്ച് അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് 360യിൽ ബാറ്റ് ചെയ്യുക. കാരണം അതിനുവേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഏതൊക്കെ രീതിയിൽ എനിക്ക് റൺസ് എടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലാണ് വിജയം. അപ്പോൾ ബൗളിംഗ് ആണെങ്കിൽ പോലും ഇപ്പോൾ 1-2 വിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡിലുള്ള ബൗളിംഗ് നിലവാരമാണ് കാഴ്ചവെച്ചത്. കാരണം ഒരു ഭുവനേശ്വർ കുമാറിനെ അനുകരിക്കുന്ന പോലെയുള്ള ഒരു ബൗളിംഗാണ്. വളരെ ഉഗ്രമായ ഇൻസിങ്ങിൽ ഒരു വിക്കറ്റ് എടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് അതിമനോഹരമായൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ തന്നെ ജോഷിതൻ്റെ ഒരു കഴിവ് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ കഴിയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു വലിയൊരു ചർച്ചാ വിഷയമായതാണ് അങ്ങനത്തെ ഒരു ബൗളിംഗ്. കാരണം ആ ഒരു കമൻട്രിയിൽ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ജോഷിത 7 വർഷത്തോളം ഇവിടെ പ്രാക്ടീസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ജോഷിയുടെ ഒരു കരിയർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്? അപ്പോൾ ജോഷിത വരുമ്പോൾ തീരെ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു. എന്നിരുന്നാൽ കൂടെയും അന്ന് തന്നെ ജോഷിതയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൗളർ എന്ന നിലയിലാണ് ജോഷിത വന്നിരുന്നെങ്കിൽ കൂടിയും അന്ന് നല്ലൊരു റണ്ണപ്പ്, അങ്ങനെയുള്ള ഒരു റിതമിക് റണ്ണപ്പൊക്കെ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും ആ ഒരു 7 വർഷം, കാരണം ഒരു കുട്ടിയെ തേച്ച് മിനുക്കിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു നേട്ടമാണ്. അവളിപ്പോൾ ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ പോലും വന്നിട്ട് പിന്നെ എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാരണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളിടുന്നൊരു എഫേർട്ടിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഒരു വിജയം. നമുക്ക് വയനാട്ടിൽ നിന്ന് ഇപ്പം മൂന്നാമത്തെ ഒരാളാണ് മിന്നുമണി, സജന സജീവൻ, ഇപ്പം ജോഷിത വരുമായിരുന്നു. എന്താണ് ഇവിടുത്തെ ഒരു മാജിക് എന്ന് എല്ലാവരും ചോദിക്കുന്നത്? പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് ഇങ്ങനെ കൂടുതൽ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് വന്ന്, ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഒരു ഗ്രൗണ്ട് വയനാടിന് വേണ്ടി സംഭാവന ചെയ്തു തന്നപ്പം, കാരണം നമ്മളെല്ലാം എല്ലാവരും മാറ്റിംഗ് വിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു. അതിനുശേഷം അവർക്ക് ടർഫ് വിക്കറ്റിലേക്ക് മാറി. അപ്പോൾ അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു വിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു കോൺഫിഡൻറ്റിനെ ബാധിക്കും. ആ ഒരു കോൺഫിഡൻറ്റിനെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ വിജയം കൂടിയാണ്.
അങ്ങനെയാണ് വളരെ അഭിമാനമാണ് വയനാട്ടിനും പ്രത്യേകിച്ച് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിനും മൂന്നാമത്തെ ഒരു വനിതയാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. അതിൽ ജോഷിതയാണെങ്കിൽ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ അണ്ടർ-19 ലോകകപ്പ് ടീമിൽ തന്നെ അംഗമാകാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഫൈനലിലടക്കം കളിക്കാനുള്ളൊരു ഭാഗ്യം ജോഷിതയ്ക്ക് ലഭിച്ചു. കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്നുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ റെൻഡുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.